നമസ്കാരം. രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾ അവസാനിക്കുമ്പോൾ 10,000-നും 20,000-നും ഇടയിൽ വോട്ടിന്റെ ഭൂരിപക്ഷം നേടി LDF സ്ഥാനാർത്ഥി വി ജോയ് തൊട്ടടുത്ത UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്തുമെന്നാണ് സർവേ ഫലം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നായി 35,000 വോട്ടർമാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ ശാസ്ത്രീയമായ അനാലിസിസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സാഗ് ന്യൂസ് ഈ ഫലം പുറത്തുവിടുന്നത്. NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തനാകേണ്ടി വരും. പൊതുവെ LDFന് അനുകൂലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും എതിരായതാണ് മണ്ഡലത്തിൽ LDFന് കാലിടാൻ ഇടയാക്കിയത്. കൂടാതെ സമ്പത്തിന് വോട്ടർമാർക്കിടയിൽ ഉണ്ടായ അവമതിപ്പും പരാജയത്തിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യാസമാണ്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമാണ് LDF സ്ഥാനാർത്ഥി വി ജോയ്. കൂടാതെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ CPIMലെ താഴെത്തട്ടിലെ അണികൾക്കിടയിലും മണ്ഡലത്തിലെ ആകമാനവും വി ജോയ്ക്ക് വൻ സ്വാധീനമാണ് ഉള്ളത്. 2019 അടൂർ പ്രകാശിന് 38,247 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2014 സമ്പത്തിന് 69,378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 2014 അപേക്ഷിച്ച് 2019 NDA ക്രമാതീതമായി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. 24.7% മാറ്റി. ശബരിമല വിഷയമായിരുന്നു ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ. എന്നാൽ ഇത്തവണ അത്തരം തരംഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. 22% വോട്ട് മാത്രമേ വി മുരളീധരന് ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലം വി ജോയ് തന്നെ കൊണ്ടുപോകും എന്നതിൽ സംശയമില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.